പി.ജെ. ജോസഫിനെ നോട്ടമിട്ട് വട്ടം കറങ്ങുകയാണ് ബി.ജെ.പി. ഇപ്പോൾ ഇടുക്കിയിൽ പി.ജെ. ജോസഫ് മത്സരിക്കാൻ തയ്യാറായാൽ ബി.ജെ.പി. പിന്തുണ നൽകും. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചത് ജോസഫിന്റെ കാര്യത്തിലെ തീരുമാനം കാത്ത്. കോൺഗ്രസ് ചതിച്ചതോടെ പി.ജെ. ജോസഫ് എന്തു ചെയ്യുമെന്നറിയാത്ത സ്ഥിതിയിലാണ് എല്ലാവരും. ഇതിനിടയിൽ വാശിയുടെ പുറത്ത് നിയമസഭാംഗം രാജിവെച്ച് ജോസഫ് സ്വതന്ത്രനായി ഇടുക്കിയിൽ മത്സരിക്കുമെന്ന വാർത്തയും വരുന്നുണ്ട്. ജോസഫ് ഇടുക്കിയിൽ സ്വതന്ത്രനാകുമോ എന്ന് നോക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ജോസഫ് അങ്ങനെ മത്സരിക്കാൻ തയ്യാറായാൽ ബി.ജെ.പി. അദ്ദേഹത്തിന് പിന്തുണ നൽകും. ഇതുവരെ ജോസഫുമായി ഇക്കാര്യം സംസാരിച്ചിട്ടില്ലെങ്കിലും ബി.ജെ.പി. നേതൃത്വം ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ വക്താവായിരുന്ന ടോം വടക്കൻ ബി.ജെ.പിയിലെത്തിയ സാഹചര്യത്തിൽ ജോസഫിനെ കൂടി ഒപ്പം കൊണ്ടുവന്നാൽ അത് വലിയ നേട്ടമാകുമെന്ന വിലയിരുത്തലാണ് ബി.ജെ.പി. നേതൃത്വം. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള കരുനീക്കങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിലുള്ള ആലോചന ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നടക്കുന്നതുകൊണ്ടാണ് ഇന്നലെയോ ഇന്നോ നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവർ മാറ്റിവച്ചിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ പ്രഖ്യാപനം തിങ്കളാഴ്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ ജോസഫ് ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇടുക്കി സീറ്റ് നൽകാമെന്ന് വ്യാമോഹിപ്പിച്ച ശേഷം കോൺഗ്രസ് ചതിച്ചുവെന്ന ഒരു വികാരം ഇപ്പോൾ ജോസഫിനുണ്ട്. കഴിഞ്ഞ ദിവസം ഇടുക്കി സീറ്റിൽ മത്സരിപ്പിക്കാമെന്ന തരത്തിൽ സംസാരിച്ചിട്ട് ഇന്നലെ കോൺഗ്രസ് കരണം മറിഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ പരിഭവം. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ്. ഇടതുമുന്നണിയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇനിയും കോൺഗ്രസിനെ വിശ്വസിച്ച് ഒപ്പം നിന്നാൽ ഒന്നുമല്ലാതായി തീരുമെന്ന് ജോസഫ് വിഭാഗത്തിന്റെ നിലപാടും. സീറ്റ് വിഷയം ഇത്രയും വഷളാക്കിയത് തന്നെ കോൺഗ്രസ് ആണെന്നാണ് അവരുടെ അഭിപ്രായം. വെറുതെ ഇരുന്ന ജോസഫിനെ ഇളക്കിവിട്ട് സീറ്റിനു വേണ്ടി വാശി പിടിപ്പിച്ചിട്ട് അവസാനം കുഴിയിലിറക്കിയെന്നാണ് പരാതി. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജോസഫ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളെ കണ്ടിരുന്നു. എന്നാൽ ശരിയാക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അവർ ചതിക്കുകയായിരുന്നുവെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്രനായി ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കണമെന്ന വികാരമുള്ളവർ പാർട്ടിയിൽ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ജോസഫാണ്. ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ലോട്ടറി കിട്ടിയതുപോലെ എന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. ഇപ്പോൾ തന്നെ പി.സി. തോമസ് ഒപ്പമുണ്ട്. പി.ജെ. ജോസഫ് കൂടി വന്നാൽ ക്രിസ്തീയ വിഭാഗങ്ങളെ ഒപ്പം കൊണ്ടുവരാമെന്നും അവർ കണക്കുകൂട്ടുന്നു. എന്തായാലും മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയില്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ക്രിസ്തീയ വിഭാഗങ്ങളിൽ കടന്നുകയറാമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സ്വാധീനമുറപ്പിക്കാതെ കേരളത്തിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നും ബി.ജെ.പിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് കുറെ കാലമായി ബി.ജെ.പി. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിലൂടെ ഹിന്ദു സമുദായങ്ങളിൽ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ക്രിസ്തീയ സഭകളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ കേരളത്തിൽ സീറ്റ് നേടാമെന്ന നിലയിലാണ് അവർ. അതിനാണ് ആദ്യം അൽഫോൺസ് കണ്ണത്താനത്തെ ഒപ്പം കൂട്ടിയത്. കേരളത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ലെങ്കിലും ടോം വടക്കനെ പിടിച്ചെടുത്തതും ഇതേ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. നേരത്തെ പി.സി. തോമസ് ഒപ്പമുണ്ട്. ഈ സാഹചര്യത്തിൽ ജോസഫ് കൂടി വന്നാൽ ലക്ഷ്യം നിറവേറ്റാമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ജോസഫിന് സമുദായത്തിലും മറ്റുമുള്ള സ്വാധീനം ഗുണകരമാകുമെന്നും അവർ വിലയിരുത്തുന്നു. ഇടുക്കിയിൽ ജോസഫ് മത്സരിച്ചാൽ ജോസഫിന്റെ സ്വാധീനവും തങ്ങളുടെ ബി.ഡി.ജെ.എസിന്റെ ശക്തിയും ഉപയോഗിച്ച് ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്നും അതിലൂടെ വിജയിച്ചു കയറാമെന്നും കണക്കുകൂട്ടലുകളുണ്ട്. വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതുപയോഗിച്ച് കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസുകളിൽ നിന്നും നല്ലൊരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ശക്തമാക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഇതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടിയിരിക്കുന്നതിന്റെ കാരണവും. എന്തായാലും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നതും ഇത് തന്നെയാണ്. പി.ജെ. ജോസഫ് മലക്കം മറിയുമോ? അത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.